ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ Thattu. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വിഭവം ബോട്ടി, ആട്ടിൻ ബോട്ടി. നമ്മളവിടെ പാലക്കാട്ടിൽ ആട്ടിൻകോട്ടലിൽ പറയും. അത് എല്ലാവർക്കും ഉള്ള ഡൗട്ട് എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ് എല്ലാവർക്കും ഉള്ള ഡൗട്ട്. ആ ഡൗട്ട് ആർക്കും ഇനി പേടിക്കണ്ട. അതിനുവേണ്ടി നമ്മൾ ഈ വീഡിയോ ഒന്ന് നമ്മൾ ഇറക്കാൻ കാരണം അതിൻ്റെ ഒരു ഇതാണ്. ഇത് സിമ്പിളായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതിൽ നമുക്ക് അടുത്തൊരു ക്ലീനിങ് ഞാൻ ഇത് സെപ്പറേറ്റ് ഒരു വീഡിയോ ഞാൻ ഇറക്കാം, അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ നമ്മുടെ ആട്ടിൻകുടൽ അത് ക്ലീൻ ചെയ്യുന്നത് ചെറുതായിട്ട് നട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. അത് നമ്മൾ ചെറിയൊരു കോല് വെച്ചിട്ടാണ് നമ്മളിത് ആട്ടിൻ്റെ കുടലിൽ ഫസ്റ്റ് ഇത് വെച്ചിട്ട് ആ അടിമറിക്കുക. നോക്കിയില്ലേ, സിമ്പിളായിട്ട് ഇങ്ങനെ അടിമറിച്ചെടുക്കുന്നേ ഉള്ളൂ. ആ കോല് വെച്ചിട്ട് ചെറുതായിട്ട് ഒന്ന് തള്ളി കൊടുക്കുക. ആട്ടിൻ്റെ കുടൽ തള്ളി കൊടുത്ത് അതിൻ്റെ അടിഭാഗം വരുമ്പോൾ അങ്ങനെ മറിച്ചെടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് അത് കഴുകണം. നല്ല രീതിയിൽ തന്നെ അത് കഴുകിയെടുക്കണം. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് 1-ന് 5 പ്രാവശ്യം തന്നെ കഴുകണം. എന്ന് പറഞ്ഞാൽ ആട്ടിൻ്റെ കുടലിൽ ഒരു പ്രത്യേകിച്ച് ആട്ടിൻ്റെ ഒരു സ്മെല്ല് വരുന്ന ഒരു ഭാഗമാണ് ആട്ടിൻ്റെ കുടൽ, ബോട്ടി. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് കഴുകിയെടുക്കാമെന്ന് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണം. ആട്ടിൻ്റെ കുടലൊന്ന് കഴുകിയാൽ മാറ്റിട്ട് ഇത് ആട്ടിൻ്റെ സജ്ജി, നമ്മുടെ ഈ പാലക്കാട് ഭാഗത്ത് ആട്ടിൻ്റെ സജ്ജി എന്ന് പറയും. അത് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുക്കുക. നേരത്തെ പറഞ്ഞാൽ തന്നെ 1-ന് 5-6 പ്രാവശ്യം കഴുകിയെടുക്കുക നല്ല രീതിയിൽ. നമ്മുടെ തുണി അലക്കില്ലേ, അതേപോലെ തന്നെ അതേ പ്രക്രിയ തന്നെ, ഒരു മാറ്റമില്ല. നല്ല രീതിയിൽ തന്നെ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. ഏറ്റവും ആട് ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. അതിൻ്റെ ഏറ്റവും ടേസ്റ്റേറിയ ഭാഗമാണ് ആട്ടിൻ്റെ കുടൽ. ബട്ട് ഇത് ചെയ്യാൻ എല്ലാവരും മടിക്കുന്ന, അത് എങ്ങനെ ക്ലീൻ ചെയ്യും, എങ്ങനെയാണ് അതിൻ്റെ ഇത് രീതി ഒന്നും അറിയാത്ത കാര്യമാണ് കുറേ ആൾക്കാർ ചെയ്യാത്തത്. അതുകാരണം നമ്മളെന്നും തട്ടുകടയും കാര്യങ്ങളെല്ലാം പോയിട്ട് നമ്മൾ കഴിക്കുന്നത്. അതാണ് നമ്മുടെ തട്ടുകട ചാനലിൽ നിന്ന് ഇടാൻ കാരണം പ്രത്യേകിച്ചതാണ്. സിമ്പിളായ പരിപാടിയാണ്, അധികമൊന്നുമില്ല. ഒരു 1/4 മണിക്കൂർ നിന്ന് കഴിഞ്ഞാൽ ക്ലീൻ ആക്കുന്ന ഇതേ ഉള്ളൂ. അത് നമ്മൾ ഈ പാട്ടിൻ്റെ ആ സഞ്ചി കട്ട് ചെയ്യുന്നത്, ആ കട്ട് ചെയ്യുന്നതിൽ എങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുക, വലുതായി കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വേണം അത് ക്ലീൻ ചെയ്യാൻ. നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നത്. അപ്പം പെട്ടെന്ന് തന്നെ അത് നമുക്ക് ക്ലീൻ ചെയ്യുന്ന ഭാഗത്താണ് ചെറുതായി കട്ട് ചെയ്യുന്നത്. ഇത് കറക്റ്റായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി എൻ്റെ നാട്ടിൽ നിന്ന് തന്നെ ഒരു ചേട്ടനെ ഞാൻ വിളിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലാ പരിപാടിക്കും ചേട്ടനെ വന്ന് എല്ലാം ചെയ്തു തരുന്നത് രാജാമണി എന്ന പേര്. ആ ചേട്ടനെ ഞാൻ ക്ലീൻ ചെയ്യാൻ വേണ്ടി ചേട്ടനെ വിളിച്ച്, ചേട്ടൻ ഇപ്പോൾ തന്നെ പറഞ്ഞാൽ നമ്മുടെ ചാനലിലേക്ക് വേണ്ടി വന്ന് ക്ലീൻ ചെയ്യുക, കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് തരണം. എന്നിട്ട് നമ്മൾ വെള്ളം അങ്ങോട്ട് ചെറിയൊരു ചൂടുവെള്ളത്തിൽ ഈ ആട്ടിൻ്റെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചില്ലേ അതെല്ലാം അതിലിടണം. നന്നായിട്ട് തിളപ്പിക്കണം. ഫസ്റ്റ് ഇടുമ്പോൾ തന്നെ അത് ചെറിയൊരു ചൂടാണ്, തണുത്ത വെള്ളത്തിൽ ഒരിക്കലും ഇടാൻ പാടില്ല. ചെറിയൊരു ചൂടിൽ ആ നമ്മുടെ ഈ കട്ട് ചെയ്തിട്ടുള്ള എല്ലാം നമ്മൾ അതിലോട്ട് ഇടുക. ആട്ടിൻ്റെ കുടൽ അത് സെപ്പറേറ്റ് തന്നെ നമ്മൾ ചൂടാക്കി എടുക്കുക. എന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് കാരണമാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ആട്ടിൻ്റെ സഞ്ചിയും ആട്ടിൻ്റെ കുടലും സെപ്പറേറ്റ് ആയിട്ട്. പിന്നെ അതിലോട്ട് മഞ്ഞപ്പൊടി ഇടുക. മഞ്ഞപ്പൊടി എന്തിനാ ഇടുന്ന പറഞ്ഞാൽ ആട്ടിൻ്റെ ആ സ്മെല്ല്, ഈ ആട്ടിൻ്റെ കുടലിൽ കുറച്ച് സ്മെല്ല് ഉണ്ടാവും, ആ സ്മെല്ല് ഇല്ലാണ്ടിരിക്കാനാണ് ഈ മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഹീറ്റ് ആയി കഴിഞ്ഞാൽ ആ സ്മെല്ല് ഒട്ടും ഉണ്ടാവില്ല. ഇപ്പോൾ നല്ല ചൂടായിട്ട് നമ്മുടെ ഇതെല്ലാം ക്ലീൻ ആകുന്നില്ലേ, ചെറുതായിട്ട് കൈവച്ചൊന്ന് ആക്കിയാൽ മതി, നല്ല ക്ലീൻ ആകും. ഇപ്പോൾ നല്ല ചൂടുണ്ട്, ആ ചൂട്ടിൽ തന്നെ നമ്മളതൊന്ന് ക്ലീൻ ചെയ്യണം. ചെറിയൊരു ചൂടുണ്ടാവും, അടുത്ത് പച്ചവെള്ളം വയ്ക്കുക, കയ്യിലൊന്ന് ടച്ച് ചെയ്യാൻ വേണ്ടി ചൂട് കൊള്ളാണ്ടിരിക്കാൻ. ഇങ്ങനെ കൈ തന്നെ തള്ളി കൊടുത്താൽ അതിൻ്റെ ഫസ്റ്റ് ലെയർ ഒന്ന് ക്ലീൻ ചെയ്യണം. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട്. ചില ഭാഗങ്ങൾ വരത്തില്ല, അപ്പോൾ നമ്മൾ കത്തി ഉപയോഗിക്കാം. ഇപ്പോൾ കൈ തന്നെ നമ്മുടെ പകുതി ഭാഗങ്ങളും കൈ തന്നെ ക്ലിയർ ആകാം. ഇല്ലാത്ത ഭാഗം മാത്രം കത്തി വെച്ചിട്ട് ചെറുതായിട്ട് ആദ്യം പ്രസ് ചെയ്യാണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ടച്ച് ചെയ്ത് കൊടുത്താൽ തന്നെ എല്ലാം അതിൻ്റെ ഫസ്റ്റ് ലെയർ പോകും. നോക്കില്ലേ, സിമ്പിളാണ്, ഒരു ടെൻഷനും വേണ്ട, സിമ്പിളായിട്ട് ക്ലീൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ധൈര്യത്തിൽ നിങ്ങൾ ബോട്ടി നിങ്ങളുടെ വീട്ടിൽ തന്നെ ചെയ്യാം, സിമ്പിളായിട്ട്. നോക്കില്ലേ, ഭയങ്കര സിമ്പിളായിട്ട് ഏറ്റവും ടേസ്റ്റായിട്ടുള്ള സംഭവമാണ്. എന്നിട്ട് നമ്മുടെ കുടലെടുത്തിട്ട് നമ്മുടെ പയർ കട്ട് ചെയ്യുന്ന പോലെ തന്നെ അതേ രീതിയിൽ കത്തിലും കട്ട് ചെയ്യുക. എനിക്ക് പെട്ടെന്ന് കത്രിയിൽ കുറച്ചുള്ള കാരണം ഞാൻ കത്രി എടുത്തിട്ടുള്ളത്. അപ്പോൾ സിമ്പിളായിട്ടൊന്ന് കട്ട് ചെയ്യുക, എല്ലാം ചേർന്ന് ഇതായിട്ട് പയർ രൂപത്തിൽ, അധികം വലുതും ഒരുപാട് ചെറുതും ഇല്ലാണ്ട് ഒരു പാകത്തിന് നമ്മൾ കട്ട് ചെയ്യുന്നില്ലേ ആ രീതിയിൽ തന്നെ കട്ട് ചെയ്ത് വിടുക. അതിന് സജ്ജെടുക്കുക. പിന്നെന്താണെന്ന് പറഞ്ഞാൽ ഇതിൽ എല്ലില്ല, എല്ലാം സ്കിന്നാണ്.
അതാണ് ഇതിൻ്റെ പ്രത്യേക ടേസ്റ്റ് വരാൻ കാരണമാണ്. ഫുൾ സ്കിന്നാണ്. ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യാം, ഏറ്റവും നല്ലതാണ്. പിന്നെ അടുത്തത് നമുക്കിത് വേണ്ടത് നോക്കാം. ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ജീരകം, കൊത്തമല്ലി, കുരുമുളക് പ്രത്യേകിച്ച് എത്ര അധികം എടുക്കാൻ പറ്റും അത്ര എടുത്തോളും. കുരുമുളക് പ്രത്യേക ടേസ്റ്റാണ് അതിന്. എന്നിട്ടെല്ലാം നമ്മൾ വറുത്തിട്ട് അരയ്ക്കാൻ പോകുന്നത്. ഈ പൊടി അധികം ഈ മട്ടൺ വയ്ക്കുമ്പോൾ പൊടി അധികം യൂസ് ചെയ്യേണ്ടെന്ന് ഇരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാം നമ്മളിപ്പോൾ ഈ പഴയ രീതിയിൽ എങ്ങനെ ചെയ്യുന്നു അതേ രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ മുത്തശ്ശി ഇവരൊക്കെ എങ്ങനെ ചെയ്തോ ആ ഇതിൽ തന്നെ ഞാൻ ചെയ്യുന്നത്. നമ്മുടെ വീട്ടിൽ പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാറ്. അത് നോക്കിയിട്ട് നമ്മൾ നിന്ന് കാരണം അത് ഇപ്പോൾ ഇതിനുള്ളത് എല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ല രീതിയിൽ തന്നെ വറുക്കുക. നല്ല രീതിയിൽ തന്നെ ഒന്ന് കരിയാൻ പാടില്ല. ഒരു പാകത്തിന് നമ്മുടെ വറമുളകാണ് അതിൻ്റെ മെയിൻ. വറമുളക് നോക്കുമ്പോൾ നമുക്കറിയാം കളറ് വറമുളകിൻ്റെ മാറിക്കൊണ്ടിരിക്കും. ആ വറമുളക് ചെറുതായിട്ട് കളർ മാറുമ്പോൾ തന്നെ നിർത്തി വയ്ക്കുക. ഒരുപാട് കരിയാൻ പാടില്ല. പിന്നെ ഒരു കരിഞ്ഞ സ്മെല്ല് വരും നമ്മുടെ അരവിന്. അപ്പോൾ വറമുളക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ അതിന് ശേഷം നമ്മൾ എല്ലാം ഇടുക. അതിൽ നമ്മൾ വറുത്ത് വെച്ച എല്ലാം നമ്മുടെ മിക്സിയിലോട്ട് ഇടുക. ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മിക്സിയിൽ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ ബോട്ടിയിൽ എല്ലാം അങ്ങോട്ട് ഇടുക. എല്ലാം അങ്ങനെ ഇട്ടിട്ട് മാക്സിമം കയ്യിൽ തന്നെ എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതൊന്നും സ്പൂണിൽ ഈ കരണ്ടിലൊന്നും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല. മാക്സിമം എല്ലാവിടെയും പിടിക്കാൻ നമ്മൾ കയ്യിലിട്ട് നന്നായിട്ടൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് അപ്ലൈ ചെയ്യുക. നല്ല രീതിയിൽ അങ്ങോട്ട് എല്ലാം അപ്ലൈ ചെയ്തിട്ട് എല്ലാവിടെയും ഒന്ന് എത്തിപ്പറ്റിയ ശേഷം നമ്മൾ കുക്കറിലോട്ട് ഇടുക. എന്ന് പറഞ്ഞാൽ അടുപ്പിൽ വെച്ചാൽ കുറച്ച് ടൈം പിടിക്കും ഇത് വേകാൻ വേണ്ടി. അതിനോട് നമ്മൾ കുക്കർ എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ ആട്ടിന് കൂടുതൽ കുറച്ച് ഹാർഡാണ്. അത് കാരണം നമ്മൾ അതിൽ അടുപ്പിലിട്ട് കഴിഞ്ഞാൽ കുറേ ടൈം പിടിക്കും. അതിന് കുക്കർ ഏറ്റവും ബെസ്റ്റ് ഒരു ഇതാണ്, നമ്മുടെ ഒപ്പീനിയനാണ്. നിങ്ങൾ തന്നെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ബെസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തരും. ഇതിൻ്റെ കുക്കറിലിട്ടിട്ട് നമ്മൾ അടച്ച് വയ്ക്കുക. അതിന് ഒരു 6 വിസിൽ വരുമ്പോഴെങ്കിലും വെയിറ്റ് ചെയ്യണം. അതിന് വേണ്ട ഗ്രേവിക്കുള്ള ഐറ്റങ്ങൾ നോക്കുക. വലിയ ഉള്ളി, ചെറിയ ഉള്ളി, വറമുളക്, കറുവേപ്പില, പച്ചമുളക്, തേങ്ങ. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഏറ്റവും വലിയ ടേസ്റ്റ് കൊടുക്കാൻ പോകുന്ന ആ തേങ്ങയാണ്. മുളക് പൊടി, ഗരം മസാല, ഉപ്പ്, ഇത്രയേ ഉള്ളൂ. എന്നിട്ട് അതിന് വേണ്ടി വലിയ ഉള്ളി എത്ര പറ്റുന്നോ അത്രയും ചെറുതായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ തന്നെ ചെറുതാക്കുക. എത്ര പറ്റുമോ അത്രയ്ക്കും ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ 6 വിസിലായിട്ട് നമ്മുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട്. അടിപൊളി. ഇപ്പോൾ സൂപ്പറായിട്ട് നല്ല വെന്ത് സെറ്റപ്പായിട്ടുണ്ട്. 6 വിസിലായപ്പോൾ നമ്മുടെ ആൾ ഇപ്പോൾ സെറ്റപ്പായിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ കടായി വയ്ക്കുക. വെളിച്ചെണ്ണ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ ഒരു പ്രത്യേക ടേസ്റ്റാണ്. എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുണ്ട് അതിൽ. പിന്നെ നമ്മൾ തേങ്ങ ഇടുക. തേങ്ങ ഇട്ടിട്ട് തേങ്ങ ചെറുതായി കട്ട് ചെയ്തിട്ട ശേഷം അത് ചെറുതായിട്ടൊന്ന് കളറ് മാറണം. ഒരുപാട് മൊരിയാൻ വെക്കണ്ട. പിന്നെ അത് കടിക്കാനുണ്ടല്ലോ ചെറുതായിട്ടൊരു ബ്രൗണിഷ് കളർ. ഇതപ്പോൾ ഈ കളർ കണ്ടില്ലേ, ഈ കളർ വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഒന്ന് മാറ്റി വയ്ക്കുക. മാറ്റി വെച്ച ശേഷം കടുക്, കറുവേപ്പില, വറമുളക് നന്നായി പൊട്ടിച്ചെന്നെ ഇടുക. ഫുള്ളുമായിട്ട് ഇടണ്ട, പൊട്ടിച്ചെന്നെ ഇടുക. പൊട്ടിച്ച ശേഷം നമ്മുടെ ചെറിയ ഉള്ളി, വലിയ ഉള്ളി, സവാള നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക. ഒരു ചെറിയൊരു ബ്രൗണിഷ് കളർ വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം പച്ചമുളക്. ഇപ്പോൾ നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമ്മുടെ ഉള്ളിയെല്ലാം വണങ്ങി, വറമുളകെല്ലാം വണങ്ങി ഒരു ബ്രൗണിഷ് കളർ. അതിന് ശേഷം നമ്മുടെ മുളക് പൊടി അതിൽ അപ്ലൈ ചെയ്യുക. ഒരു 2 ടേബിൾ സ്പൂൺ. ഗരം മസാല 1 ടേബിൾ സ്പൂൺ. ആവശ്യത്തിനായ ഉപ്പ്. പെപ്പർ. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ പെപ്പർ പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ എരിവ് എപ്പോഴും വരുന്നത് മുളക് പൊടിയിൽ വരുന്നതിനേക്കാളും ടേസ്റ്റാണ് പെപ്പറിൽ. കുരുമുളക് പൊടി ഓൾറെഡി നമ്മൾ കുരുമുളക് ഇട്ട് അരച്ചിട്ടുണ്ട്.
എന്നാലും കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പോഴേ മാറ്റി വെച്ച് നമ്മുടെ തേങ്ങ പൂള് അത് അതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഏറ്റവും ടേസ്റ്റ് ഉള്ള ഒരു വിഭവമാണ് ബോട്ടി. നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നമ്മുടെ തമിഴ്നാട് ആയിക്കോട്ടെ നമ്മുടെ കേരള ആയിക്കോട്ടെ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിക്കുന്ന ഒരു വിഭവമാണ്. അതുകൊണ്ട് നമ്മളുടെ ബോട്ടി അതിലോട്ടൊന്ന് ഇടുക. ഇട്ടിട്ട് അത് ഡ്രൈ ആകുന്ന വരെ, ഈ വെള്ളം കാണുന്ന അതെല്ലാം ഡ്രൈ ആകുന്ന വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ എല്ലാം ഡ്രൈ ആയി, നമ്മൾ എത്തിയിട്ടുണ്ട്. ഇറക്കാനുള്ള ടൈമായി. ഈ പരുവെത്തണം. ഈ പരുവത്തിയിൽ അതിന് സെറ്റാവുള്ളൂ. ആ വെള്ളം എല്ലാം വറ്റിയിട്ട് ഇപ്പോൾ നല്ല പരുവായിട്ടുണ്ട്. നല്ല പരുവായിട്ട് നമ്മുടെ ചോറിന് ബെസ്റ്റ് സാധനമാണ്. ഞങ്ങളുടെ പൊന്നൂരിൻ്റെ ഒപ്പം കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. ഈ ചേട്ടനാണ് നമ്മുടെ എല്ലാം ക്ലീൻ ആക്കിയിട്ട് എല്ലാം തന്ന്, ഞാൻ നേരത്തെ പറഞ്ഞില്ല നമ്മുടെ നാട്ടിൽ ആ ചേട്ടനാണ് നമ്മൾ കൊടുക്കണം. എങ്ങനെയുണ്ടെന്ന് ചേട്ടൻ തന്നെ അഭിപ്രായം പറയട്ടെ. ചേട്ടന് വേറെ ലെവലിൽ ചോറിന് മേലെല്ലാം ഇട്ടിട്ട് കഴിക്കുകയാണ്. സൂപ്പറായിട്ടുണ്ട്, ശരിക്കും പറയാമല്ലോ.